ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 13ാമത്തെ ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. കാരണം ഈ ചാപ്റ്റർ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയറിലുള്ള ഡെറിവേറ്റീവ്സും അതുപോലെ ഇൻ്റഗ്രേഷനും ഒക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടാതെ നിങ്ങളിനി ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോഴും ഈ ചാപ്റ്ററിന് നമുക്ക് നന്നായിട്ട് ഉപകരിക്കും. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ, ഓരോ കൺസെപ്റ്റും നന്നായിട്ട് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് ലിമിറ്റ്സ് ആണ്. ഇനി ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, f(x). ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, എക്സിൻ്റെ വാല്യൂ എയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു പ്രത്യേക വാല്യൂയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ, അതായത് എൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാല്യൂയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) ഈക്വൽ ടു എൽ എന്ന് പറയും. അതായത് എക്സിൻ്റെ വാല്യൂ എയിലേക്ക് നീങ്ങുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് f(x)ൻ്റെ വാല്യൂ ഒരു എൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാല്യൂയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) എൽ ആണെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ആ ലിമിറ്റിനെ എൽ എന്ന് വിളിക്കുന്നത്. ഇനി എപ്പോഴാണ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നോക്കാം. അതായത് എക്സിൻ്റെ വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാവാമെന്ന് നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. അതായത് എക്സിൻ്റെ വാല്യൂ ഒരു 2 ആണെന്ന് കരുതുക. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എക്സിൻ്റെ വാല്യൂ എക്സ് ആക്സിലാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 2നെ ഒന്ന് റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. 2 എക്സ് 2ലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ് 2ലേക്ക് നീങ്ങുന്നു. ആ എക്സ് 2ലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. അതായത് എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഇടതുവശത്തുകൂടെ 2ലേക്ക് വരാം, അല്ലെങ്കിൽ 2 എന്ന സംഖ്യയുടെ വലതു ഭാഗത്തു കൂടി 2ലേക്ക് വരാം. ആ 2ലേക്ക് എത്തണ്ട, 2ലേക്ക് മൂവ് ചെയ്താൽ മതി. ഏറ്റവും അടുത്തേക്ക് വരിക, 2വിൻ്റെ ഏറ്റവും അടുത്തേക്ക് ഈ എക്സ് എത്തുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണോ പോകുന്നത്, ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f(x) എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2ലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2വിൻ്റെ ഇടതുവശത്തു കൂടിയാണ് ഈ എക്സ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2വിൻ്റെ ഇടതുവശത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ തൊട്ടടുതുവശത്തുള്ളൊരു വാല്യൂവിന് നമുക്ക് 1.999 എത്ര വേണമെങ്കിൽ 9 എഴുതാം. അത് ഏറ്റവും അടുത്തായിരിക്കും. പക്ഷേ 2 ആവുന്നില്ല. 2വിൻ്റെ തൊട്ടടുത്ത് നമ്മളതിനെ പറയുന്നത് നെയ്ബർഹുഡ് എന്നാണ്, നെയ്ബർഹുഡ്. അപ്പോൾ 1.99999 എത്ര വേണമെങ്കിൽ 9 എഴുതാം. ആ സംഖ്യ 2വിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയാണ്, ഇടത് ഭാഗത്തുള്ള സംഖ്യയാണ്, 2വിനേക്കാളും കുറഞ്ഞ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക നമ്പറിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അത് ഒരു എൽ ആണെങ്കിൽ, അതുപോലെ വലതു ഭാഗത്ത് നിന്നും എ 2ലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ 2വിൻ്റെ തൊട്ടടുത്ത് വലതു ഭാഗത്തുള്ളൊരു സംഖ്യയെ നമുക്ക് 2.0000 എത്ര സീറോ വേണമെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം, 1 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ആ ഒരു വാല്യൂവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ പെർട്ടിക്കുലർ വാല്യൂവിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അതും എൽ ആണെങ്കിൽ നമ്മൾ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f(x) എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അതായത് ഇടതുഭാഗത്തു നിന്നും എക്സ് 2ലേക്ക് വരുമ്പോഴും വലതു ഭാഗത്തു നിന്ന് എക്സ് 2ലേക്ക് വരുമ്പോഴും ഒരേ വാല്യൂവിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റായിട്ട് പറയും. അപ്പോൾ ഈ രണ്ട് വാല്യൂ സെയിം ആയിരിക്കണം. അതായത് 1.99999 എന്ന് പറഞ്ഞ 2വിൻ്റെ തൊട്ട ലെഫ്റ്റ് ഭാഗത്തുള്ള ആ സംഖ്യയിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവും 2.00001 എന്ന് പറയുന്ന 2വിൻ്റെ തൊട്ട് റൈറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവും ഒരേ നമ്പറാണെങ്കിൽ നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്.
പക്ഷേ അത് 2ലേക്ക് എത്തുന്നില്ല. എക്സ് 2 കറക്റ്റായിട്ട് ഈക്വൽ ടു 2 ആവണമെന്നില്ല. ഈ 2ലേക്ക് മൂവ് ചെയ്ത് ഏറ്റവും അടുത്തെത്തുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ടേക്കാണോ പോകുന്നത് ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലിമിറ്റും, അതായത് ഈ രണ്ട് വാല്യൂ, അതായത് 2വിൻ്റെ തൊട്ട് ഇടതുവശത്തുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവും തൊട്ട് വലതുവശത്തുള്ള സംഖ്യയിൽ ഫംഗ്ഷൻ്റെ വാല്യൂവും ഒന്നാണെങ്കിൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടത്ത് ഭാഗത്ത് കൂടെ 2ലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെ ലെഫ്റ്റ് ലിമിറ്റ് എന്നാണ് പറയും. വലതു ഭാഗത്ത് കൂടെ 2ലേക്ക് എക്സ് മൂവ് ചെയ്യുമ്പോൾ അതിനെ റൈറ്റ് ലിമിറ്റ് എന്നാണ് പറയും. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്തത് പറയുമ്പോൾ എക്സ് എയിലേക്ക് മൂവ് ചെയ്യുന്നു, 2ന് പകരം നമ്മൾ എ എടുത്ത് പറയുമ്പോൾ എക്സ് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് ഏത് വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും? എല്ലിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഇടതുവശത്തുകൂടി നീങ്ങുമ്പോൾ ആ 2ൻ്റെ വാല്യൂ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ 2നേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നു. അത് എഴുതുന്നത് എയുടെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എന്നാണ്. എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. നമ്മൾ ഷോർട്ടായിട്ട് LHL എന്ന് പറയാം. ഇനി വലതുഭാഗത്തു കൂടി എയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ലിമിറ്റിനെ നമ്മൾ ലിമിറ്റ് ഫംഗ്ഷൻ എവിടെയൊക്കെയാണോ പോകുന്നത് ആ വാല്യൂവിനെ നമ്മൾ എ പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നു. അതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ രണ്ട് വാല്യൂവും, അതായത് ഇടതുഭാഗത്തു കൂടി എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവും വലതുഭാഗത്തു നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ മൂവ് ചെയ്യുന്ന വാല്യൂവും സെയിം ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ LHLും RHLും ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ ഏതിനോട് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എക്സ് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എന്ന് പറയുന്നത്. ഇനി ഇടതുഭാഗത്ത് കൂടി എയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങോട്ടേക്കാണോ പോകുന്നത് ആ ലിമിറ്റിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ എയുടെ വലതുഭാഗത്തു കൂടെ മൂവ് ചെയ്ത് എയിലേക്ക് എത്തുന്നുവെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് പോകുന്നുവോ ആ വാല്യൂവിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നു. ഈ രണ്ട് വാല്യൂവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസിൽ ആ കോമൺ ആയിട്ട് വരുന്ന വാല്യൂവിനെയാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് L ആണെങ്കിൽ ഇതും L ആണെങ്കിൽ തീർച്ചയായിട്ടും ലിമിറ്റിനെ നമുക്ക് L എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ലിമിറ്റിനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില റൂൾസ് ഉണ്ട്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ റൂള്, ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതിലെന്താണ് പറയുന്നത്? രണ്ട് ഫംഗ്ഷൻ്റെ സമ്മ് നമുക്ക് തരുവാണെങ്കിൽ അതിലെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോരോ ഫംഗ്ഷനായിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ്, രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. ഇത് ഒരു സമ്മാകുമ്പോൾ മാത്രമല്ല, ഇതൊരു ഡിഫറൻസ് ആകുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്യാം. പ്ലസ്സിന് പകരം നമ്മൾ മൈനസ് എഴുതുവാണെങ്കിൽ ആ റൂളിനെ നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ റൂളായിട്ട് എഴുതാം. അതായത്
എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ റൂള്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ മൂന്നാമത്തെ റൂള്, തേർഡ് റൂള്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡിനോമിനേറ്ററിലുള്ള ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഈ ലിമിറ്റ് 0 ആവാൻ പാടില്ല. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അപ്പോൾ ഈ ലിമിറ്റ് 0 ആകാൻ പാടില്ല. ഈ ലിമിറ്റ് 0 ആയാൽ നമുക്കറിയാം ഈ വാല്യൂ എന്താവാൻ പാടില്ല, ഒന്നുകിൽ ഈ ലിമിറ്റ് 0 ആയി പോയാൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് നമുക്ക് പറയേണ്ടി വരും, ലിമിറ്റ് ഇല്ല. ഇനി രണ്ടും 0 ആയാലും അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അതുപോലെ ന്യൂമറേറ്ററിലും നമുക്ക് നോട്ട് ഡിഫൈൻഡ്, ഡിനോമിനേറ്ററിലും നോട്ട് ഡിഫൈൻഡ് ആണെങ്കിലും അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരാറില്ല. ചിലപ്പോഴൊക്കെ ഡിനോമിനേറ്റർ 0 ന്യൂമറേറ്റർ ഒരു ഫൈനൈറ്റ് നമ്പറും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്താ എഴുതേണ്ടത്, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതണം. കാരണം ഡിനോമിനേറ്റർ 0 ആയാൽ ഈ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നാലാമത്തെ ഒരു റൂള് നോക്കാം. നാലാമത്തെ ഒരു റൂള്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഒരു കോൺസ്റ്റൻ്റ് വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കെയിൽ എക്സ് ഇല്ല. കെയിൽ എക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ കേക്ക് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേക്ക് അത് ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് കെയെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തേക്കിടാം. അതായത് ലിമിറ്റിൻ്റെ പുറത്ത് നമ്മൾ എഴുതുന്നു കെ, പിന്നെ ലിമിറ്റ് കൊടുക്കാം ആർക്ക്, എഫ് ഓഫ് എക്സിന്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കെ ഇൻറ്റു ദാറ്റ് വാല്യൂ, അതാണ് ഇവിടെ ഫംഗ്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനെ പുറത്തേക്കിടാം, ബാക്കി എഫ് ഓഫ് എക്സിന് കൊടുത്താൽ മതി. ഇനി അടുത്തൊരു റൂള്, അഞ്ചാമത്തെ ഒരു റൂള്, ഇതിൽ അഞ്ചാമത്തെ ഒരു സ്പെഷ്യലായിട്ട് ചേർത്ത റൂളാണ് അഞ്ചാമത്തെ റൂള്. അത് നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഒരു കോൺസ്റ്റൻറ്റ് മാത്രം വന്നാൽ, ഒരു കോൺസ്റ്റൻറ്റ് മാത്രം വരുവാണെങ്കിൽ നമുക്കറിയാം ഈ കോൺസ്റ്റൻറ്റിൽ എക്സ് ഇല്ല. അപ്പോൾ എക്സിന് ഏത് നമ്പറിലേക്ക് പോയാലും ഈ കെ ആയിട്ട് തന്നെ അവിടെ നിൽക്കും, കേക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ നമ്മളതിനെ കെ എന്ന് മാത്രം എഴുതും. അതായത് കെ ആയിട്ട് തന്നെ നിൽക്കും. എക്സ് എയിലേക്ക് പോയാലും ബിയിലേക്ക് പോയാലും ഏത് നമ്പറിലേക്ക് പോയാലും കേക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. കെ മാത്രമാണെങ്കിൽ കെ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 5 റൂള് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ചില പ്രത്യേകതരം ഫങ്ഷൻസിൽ നമ്മളെങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പോളിനോമിയൽസിൽ എങ്ങനെ നമ്മൾ ലിമിറ്റ് കൊടുക്കും നോക്കാം. ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫങ്ഷൻസ്. ഇനി എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽ ഫങ്ഷൻസ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മളതിൻ്റെ ലിമിറ്റ് കൊടുക്കേണ്ടത്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൽ നേരിട്ട് എക്സിന് പകരം എ കൊടുത്താൽ മതി. അതായത് എഫ് ഓഫ് എ ആയിരിക്കും അതിൻ്റെ ലിമിറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 3 ഇതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ ഇതിന് ലിമിറ്റ് കൊടുക്കുന്നത് നമ്മൾ എക്സിന് നേരിട്ട് 2 കൊടുക്കാം. അതായത് 2 സ്ക്വയർ പ്ലസ് 3 എന്ന് കൊടുത്താൽ 4 പ്ലസ് 3 ഈക്വൽ ടു 7 ആൻസർ കിട്ടും. അപ്പോൾ ഇത്
നമ്മൾ പോളിനോമിയൽസിൽ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുത്താൽ മതി. അതായത് എക്സിന് നമ്മൾ നേരിട്ട് എത്രയാണോ എ അതങ്ങ് കൊടുത്താൽ നമുക്കതിൻ്റെ ലിമിറ്റ് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽ ഫങ്ഷൻസ്. ഇനി ഒരു റാഷണൽ ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കാം? റാഷണൽ ഫങ്ഷൻ ആണെന്ന് കരുതുക. അതായത് പോളിനോമിയൽ ഫങ്ഷന് പകരം ഒരു റാഷണൽ ഫങ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം റാഷണൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പോളിനോമിയലും താഴെ മറ്റൊരു പോളിനോമിയലും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയലായിട്ട് വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പോളിനോമിയൽസ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വാല്യൂ കൊടുക്കാം. അതായത് നേരിട്ട് നമുക്ക് എക്സിന് എ എന്ന് കൊടുത്താൽ എഫ് ഓഫ് എ ബൈ ജി ഓഫ് എ എന്ന് കിട്ടും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജി ഓഫ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ, ന്യൂമറേറ്ററിൽ 0 അല്ല ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വരും. ഇനി ഇത് രണ്ടും 0/0 ആകുമ്പോൾ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ശ്രദ്ധിക്കുക റാഷണൽ ഫങ്ഷൻസിൽ. ഇപ്പോൾ പോളിനോമിയൽസിൽ നമ്മൾ ഡയറക്റ്റ് എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കതിൻ്റെ ലിമിറ്റ് കിട്ടും. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളിനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 5. നമുക്ക് ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു പോളിനോമിയൽ ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. 3x + 5 ഈസ് എ പോളിനോമിയൽ. ദെർഫോർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് x = 3 ഇൻ ദിസ് ഫംഗ്ഷൻ. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിൻ്റെ ആൻസർ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 5 ഈക്വൽ ടു 3 × 3 + 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 14. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ലിമിറ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് r ടെൻസ് ടു 1 πr². ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണ എക്സ് ആണ് വേരിയബിളായിട്ട് ഉപയോഗിക്കാറ്. ഇവിടെ നമ്മളുടെ വേരിയബിൾ എന്താണ്? r ആണ്. πr² എന്ന് പറയുമ്പോൾ ഒരു പോളിനോമിയലാണ്, ആറിലുള്ള പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ഏത് വേരിയബിൾ ആയാലും നമ്മുടെ ലിമിറ്റ് ആ വേരിയബിളിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. ഡയറക്റ്റ് നമുക്കതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വി ക്യാൻ റൈറ്റ് ലിമിറ്റ് r ടെൻസ് ടു 1 πr² ആണ് കാണേണ്ടത്. ഇറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു 1². ദാറ്റ് ഈസ് ഈക്വൽ ടു π. ആൻസർ π ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ലിമിറ്റ് നമ്മൾ കൊടുത്താൽ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ വാല്യൂ ഇതിൽ കൊടുക്കുമ്പോൾ പിന്നെ ലിമിറ്റ് എന്ന് എഴുതാൻ പാടില്ല. നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് വന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ ലിമിറ്റ് എന്ന് എഴുതേണ്ട, ആൻസറായി. π ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ്. നമ്മുടെ ചോദ്യം മിക്കവാറും എക്സാമിന് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x + 3 ഡിവൈഡഡ് ബൈ x - 2. ഇവിടെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ 4 × 4 + 3 ഡിവൈഡഡ് ബൈ 4 - 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 3 ഡിവൈഡഡ് ബൈ 4 - 2 ഈസ് 2. ദെർഫോർ 19/2. The answer is 19/2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax + b ഡിവൈഡഡ് ബൈ cx + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കൊന്നുകൂടി എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax + b ഡിവൈഡഡ് ബൈ
സി എക്സ് പ്ലസ് 1. നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. എ ഇൻറ്റു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 0 പ്ലസ് 1. എ ഇൻറ്റു 0 0 പ്ലസ് ബി ബി, സി ഇൻറ്റു 0 0 പ്ലസ് 1 is 1. Therefore, it is equal to b. It's very simple to calculate this type of limits. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഒരു ചോദ്യത്തിൽ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോളിനോമിയലാണ്. ഉടനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 4 മൈനസ് 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 മൈനസ് 4. ന്യൂമറേറ്ററിൽ നമുക്ക് 0 കിട്ടുന്നു, ഡിനോമിനേറ്ററിലും 0 കിട്ടും. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ നമുക്ക് വരുമ്പോൾ, അതായത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 0/0 എന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലുള്ള ഒരു ഫാക്ടർ ഉണ്ട്. എക്സിന് 2 കൊടുക്കുമ്പോൾ 0 ആവുന്ന ഒരു ഫാക്ടർ, കോമൺ ഫാക്ടർ ഇതിന് രണ്ടിനും ഉണ്ടെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്കിതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടും. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4നെ നമുക്ക് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. കോമൺ ഫാക്ടർ എക്സ് മൈനസ് 2 കട്ടായിപ്പോയി. ആ ഫാക്ടർ കൊണ്ടാണ് നമുക്ക് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് കട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ടേമിന് ലിമിറ്റ് കൊടുക്കാം. അതായത് എക്സിന് 2 എന്ന് കൊടുക്കാം. 2 മൈനസ് 1/2 പ്ലസ് 2. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 മൈനസ് 1/4. ഇതാണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ ഇതുപോലെ കോമൺ ഫാക്ടേഴ്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുമ്പോൾ നമുക്ക് 0/0 എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടും. അപ്പോൾ തീർച്ചയാക്കണം ആ കോമൺ ഫാക്ടർ അവിടെ ഉണ്ട്, അതിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് ഫാക്ടറൈസ് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/4 ആണ്. അപ്പോൾ ഇതുപോലുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസിന് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 0/0 കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാക്ടറൈസ് ചെയ്താൽ കോമൺ ഫാക്ടർ കിട്ടും. അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ടേംസിൽ എക്സിന് ആ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. പോളിനോമിയൽസിൽ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0/0 എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടാറുണ്ട്. അതുപോലുള്ള ഒരു ഇൻഡിറ്റർമിനൻറ്റ് ഫോമിൽ നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഫോർമുലയാണ്. ഇതിൽ a എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എ റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എ മൈനസ് എ, അതായത് 0/0 എന്നുള്ള ഫോമാണ് കിട്ടുക. പക്ഷേ ഇതിന് ഒരു പ്രത്യേക പ്രൂഫൊക്കെ ഉണ്ട്. പ്രൂഫ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇതിൻ്റെ റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് n a റേസ് ടു n മൈനസ് 1 എന്നുള്ള ആൻസറിലേക്ക് ലിമിറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ പ്രത്യേകം ഓർത്ത് വെക്കുക, എന്നിന് ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആയാലും റാഷണൽ നമ്പർ ആയാലും നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവാലുവേറ്റ്, നമ്മളൊരു ചോദ്യം നോക്കുന്നു. ഇവാലുവേറ്റ് ലിമിറ്റ്
എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 8 ബൈ എക്സ് മൈനസ് 2. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. അതേ പാറ്റേണിലാണ് ഈ ചോദ്യത്തിൻ്റെ ടേംസ് ഉള്ളത്. ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഇതിൽ നമ്മൾ നേരിട്ട് എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2 ക്യൂബ് മൈനസ് 8, അതായത് 8 മൈനസ് 8 ന്യൂമറേറ്ററിൽ 0 ആവും. അതുപോലെ 2 മൈനസ് 2 ഡിനോമിനേറ്ററും 0 ആകുമ്പോൾ 0/0 എന്നാണ് കിട്ടുക. അപ്പോൾ ഉടനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമുലയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഇതിനെ നമുക്ക് ഈ ഫോർമുലയിലുള്ള പാറ്റേണിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പോൾ ശരിക്കും ഈ ഫോർമുലയുടെ അതേ പാറ്റേണിലേക്ക് ഇത് വന്നു. എക്സ് ക്യൂബ് അതുപോലെ 2 ക്യൂബ്. അവിടെ നമുക്ക് n എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. ഡിനോമിനേറ്ററിൽ നോക്കുക എക്സ് മൈനസ് എ, അതുപോലെ ഇവിടെ എക്സ് മൈനസ് 2. ഇപ്പോൾ എ എത്രയായിരിക്കും? 2 ആണ്. ഉടനെ നമുക്ക് ആൻസറിലേക്ക് വരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു, ദാറ്റ് ഈസ് 3 ഇൻറ്റു എ റേസ് ടു 2 റേസ് ടു n മൈനസ് 1 ഈസ് 3 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. Therefore 3 ഇൻറ്റു 2 റേസ് ടു 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 12. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. ഈ ഫോർമുല പ്രത്യേകം ഓർത്ത് വെക്കുക. തെറ്റിപ്പോകാതെ നമ്മൾ ഈ ഫോർമുല ശരിയായിട്ട് ഓർമ്മിക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 2 സെക്കൻഡിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. ഇനി ഇതുപോലത്തെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഇവിടെ നമ്മുടെ ഫോർമുലയായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമ്മുടെ ഫോർമുല ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു n എ റേസ് ടു n മൈനസ് 1. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ നമുക്ക് തന്നിട്ടുള്ള ഈ ചോദ്യത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു n മീൻസ് എക്സ് റേസ് ടു 10, എക്സ് റേസ് ടു 10 മൈനസ് 1ൻ്റെ ഏത് പവറും 1 തന്നെയാണ്. അപ്പോൾ 1 റേസ് ടു 10 തന്നെ ആയിരിക്കും 1 റേസ് ടു 10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഉടനെ നമുക്ക് ആൻസറിലേക്ക് വരാം. n ഈസ് 10, therefore 10, a ഈസ് 1, therefore 1 റേസ് ടു 10 മൈനസ് 1, ദാറ്റ് ഈസ് 1 റേസ് ടു 9, ഇറ്റ് ഈസ് അഗെയിൻ 1, therefore the answer is 10. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ഏത് ക്വസ്റ്റ്യനും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതേ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ തന്നെ വരുന്ന കുറച്ചും കൂടി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അടുത്തത്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 32 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 8. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 32 ക്യാൻ ബി റിട്ടൺ ആസ് 2 റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 8 ഈസ് 2 ക്യൂബ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിലല്ല ഇതുള്ളത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് റേസ് ടു n, നമ്മുടെ ഫംഗ്ഷൻ ആ ഫോർമുലയിലുള്ള ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n. എക്സ്പോണൻറ്റ് വരുന്നത് ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ. താഴെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫാക്ടറാണ് എക്സ് മൈനസ് എ. ഇതിൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ n എ റേസ് ടു n മൈനസ് 1 എഴുതുന്നത്. അവിടെ ഈ ചോദ്യത്തിലുള്ള പ്രത്യേകത എന്താ? ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും എക്സ്പോണൻറ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള സിംഗിൾ ഫാക്ടറിൽ വന്നിട്ടില്ല. ഇതേ പാറ്റേണിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു പുതിയ കാര്യം ചേർത്ത് കൊടുക്കുന്നു. അതെങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, നമ്മളിതിൻ്റെ ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5ന് അതിന് മാച്ച് ആവുന്ന ആ സിംഗിൾ ഫാക്ടർ എക്സ് മൈനസ് എ പോലെയുള്ള സിംഗിൾ ഫാക്ടർ
നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ എക്സും 2 ആണ്. അതുകൊണ്ട് നമ്മളിതിനെ x-2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ ഡിനോമിനേറ്ററിനും ഡിവൈഡ് ചെയ്യുന്നു, വിലയിൽ വ്യത്യാസം വരാതിരിക്കാൻ. 2³ x-2 നമ്മൾ എഴുതുന്നു, x-2 എന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനെ നമ്മൾ മാറ്റിയതൊന്ന് ശ്രദ്ധിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ പവേഴ്സ് വരുന്നതായതുകൊണ്ട് നമ്മളതിനെ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട രീതിയിലേക്കൊന്ന് ഒരു പുതിയ കാര്യം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് x⁵ - 2⁵ ഒരു x-2 കൊടുക്കുന്നു. അതേ x-2 തന്നെ x³ - 2³ കൊടുക്കുന്നു. ഇനി ഇതിപ്പം ഒരു ഫംഗ്ഷൻ f(x), താഴെ മറ്റൊരു ഫംഗ്ഷൻ g(x) പോലെയാണുള്ളത്. അപ്പോൾ നമുക്കിതിന് സെപ്പറേറ്റ് നമ്മളെ റൂള് പ്രകാരം വെവ്വേറെയായിട്ട് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. നമ്മളതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുന്നു. Therefore it is equal to limit x tends to 2 x⁵ minus 2⁵ divided by x-2 divided by limit x tends to 2 x³ minus 2³ divided by x-2. അപ്പോൾ ഇതൊരു ന്യൂമറേറ്ററിലൊരു ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിൽ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x⁵ മൈനസ് 2⁵ ബൈ x-2ന് ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, അവിടെ n 5 ആണ്, 5 ഇൻറ്റു a 2 ആണ്, 2⁵ - 4 ഈസ് 4 ഡിവൈഡഡ് ബൈ, ഇവിടെ n എത്രയാണ് ഡിനോമിനേറ്ററിൽ 3 ആണ്, 3 ഇൻറ്റു 2² എന്ന് കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 2⁴ divided by 2² is again 2² in the numerator. Therefore 5 into 2² is 4 by 3, that is equal to 20/3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഫോർമുല അപ്ലൈ ചെയ്യുന്ന കുറച്ചും കൂടി ചിന്തിക്കാനുള്ളൊരു ചോദ്യമാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ഓർക്കുക, ഓൾജിബ്രിക് ലിമിറ്റ്സ് ആണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. പോളിനോമിയൽസിൽ എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.